പാട്ടിന്റെ വഴികളിൽ കേൾവിയുടെ ഒറ്റയടി പാതകൾ എന്ന പുസ്തകത്തിലൂടെ ശ്രദ്ധേയനായ വിനോദ് തള്ളശ്ശേരിയുമായുള്ള അഭിമുഖം കേൾക്കാം. അവതരണം ശീതള കെ. കേൾവിയുടെ ഒറ്റയടിപ്പാതകൾ രചിച്ച ശ്രീ വിനോദ് തള്ളശ്ശേരിക്ക് റേഡിയോ CU ടോക്ക് ഓണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ പലതരത്തിലുള്ള പാട്ടുകൾ കേൾക്കാറുണ്ടല്ലോ. പ്രത്യേകിച്ചും സ്റ്റുഡിയോയിലിരുന്ന് റെക്കോർഡ് ചെയ്ത പാട്ടുകൾ, ട്രെയിനിലുള്ള പാട്ടുകൾ, തെരുവ് ഗായകരുടെ പാട്ടുകൾ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്ത് വ്യത്യാസമാണ് ഈ പാട്ടുകൾ തമ്മിൽ ഉള്ളത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പാട്ടുകൾ ഏത് കേൾവിക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നതാണ് പാട്ടുകളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തെരുവിൽ ഇരുന്ന് പാടുന്ന പാട്ടുകാരൻ അയാൾ എന്തിനാണ് പാടുന്നത്? അയാൾ പാടുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന കേൾവിക്കാരെ, അവരുടെ കാതുകളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പാടുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ടിന് 2-3 കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന്, എപ്പോഴും അങ്ങനെയുള്ള പാട്ടുകൾ ഉച്ചസ്ഥായിലായിരിക്കും പാടുന്നത്. രണ്ടാമത്, ആ പാട്ടുകൾക്കൊരു നിലവിളിയുടെ സ്വഭാവം ഉണ്ടാവും. കാരണം തൻ്റെ നിലവിളി കേൾവിക്കാരൻ്റെ കാതിലെത്തുമ്പോഴാണ് മുന്നിലുള്ള തുണിക്കഷ്ണത്തിൽ നാണയത്തുട്ടുകൾ വീഴുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പാട്ടിൻ്റെ സ്വഭാവം അതായിരിക്കും. നേരെ മറിച്ച് സ്റ്റുഡിയോയിൽ ശീതീകരിച്ച റെക്കോർഡിംഗ് റൂമിൽ ഇരുന്നിട്ട് പാടുന്ന ഒരാൾ പാടുന്നത് സ്വകാര്യ ശ്രവണേന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് കേൾക്കുന്ന ആളും വളരെ സ്വകാര്യമായിരുന്ന് തൻ്റെ സൗകര്യങ്ങൾ, വീട്ടിലെ സൗകര്യങ്ങൾ, സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ടാണ് ആ പാട്ട് കേൾക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സുഗമമായ കേൾവിക്ക് ഉതകുന്ന രീതിയിലായിരിക്കും ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ പാട്ട് ഉണ്ടാവുന്നത്. അതാണ് എല്ലാ പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം. അടുത്തതായി വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു എഴുത്തിലേക്ക് താങ്കൾ കടന്നു വന്നത്? അതായത് മറ്റെവിടെയും അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ എഴുത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? എല്ലാവരെയും പോലെ തന്നെ ആയിരുന്നു ഞാനും ആദ്യകാലത്തൊക്കെ പാട്ടുകൾ കേട്ടിരുന്നത്. പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് തുടങ്ങിയിട്ട് തന്നെ പാട്ടുകൾ കൂടെയുണ്ട്. പിന്നെ യേശുദാസ് പാടുന്ന പാട്ടുകൾ, ജയേന്ദ്രൻ പാടുന്ന പാട്ടുകൾ, പിന്നെ പി സുശീലയും ജാനകിയമ്മയും ഒക്കെ പാടുന്ന പാട്ടുകൾ എല്ലാവരും പോലെയും തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാലത്ത് ഞാൻ മലപ്പുറത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് അന്ന് രശ്മി ഫിലിം സൊസൈറ്റിയുടെ ഓഫീസുകളിൽ നമ്മൾ വൈകുന്നേരം വെറുതെ ഇരുന്ന് സൊറ പറയും. ആ കൂട്ടത്തിൽ ഇപ്പോൾ ചലച്ചിത്ര അക്കാഡമിയിലുള്ള മധു ജനാർദ്ദനൻ, ധാരാളം ഉറുദു രംഗത്ത് ഉള്ള കാര്യങ്ങൾ പഠിച്ച് എഴുതിയിട്ടുള്ള KPS അഹമ്മദ്, യാത്രാവിവരണങ്ങളിലൂടെ ഇപ്പോൾ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഹാരിസ്, ഇവരുടെയൊക്കെ കൂടെ ഷഹബാസ് അമൻ, അന്ന് ഷഹബാസ് അമൻ അല്ല അദ്ദേഹത്തിൻ്റെ പേര്, അന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ്. ഇവരൊക്കെ ഈ വൈകുന്നേരത്തെ കൂടിച്ചേരലുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമകളെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇടയ്ക്ക് ആരുടെയും വീട്ടിൽ വെച്ചിട്ട് മെഹഫിലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു മെഹഫിലിൽ ഷഹബാസ് അമൻ ഒരു പാട്ട് പാടി. ആ പാട്ട് വയലാർ ദേവരാജൻ ടീമിൻ്റെ വിവാഹിത എന്ന സിനിമയിലുള്ള ഒരു പാട്ടായിരുന്നു. ഇതാണ് ആ പാട്ട്. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. ഇതാണ് ആ പാട്ട്. പക്ഷേ ഈ പാട്ട് അന്ന് ഷഹബാസ് പാടിയത്, ആ പാടുമ്പോൾ ആ പാട്ടിന് കൊടുത്തിട്ടുള്ള ഫീല്, അത് സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരുന്നിരുന്ന പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഏറെക്കുറെ ആ സമയത്ത് തന്നെയാണ് ബാബുരാജ് പാടുന്നു എന്ന ഒരു ആൽബം മനോരമ മ്യൂസിക് ഇറക്കുന്നത്. അപ്പോൾ ബാബുരാജ് സിനിമകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പല പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആൽബത്തിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ
വീണ്ടും ബാബുരാജ് ഈ യേശുദാസ് പാടി അല്ലെങ്കിൽ യേശുദാസും ഒക്കെ പാടി വെച്ച പാട്ടുകൾ ബാബുരാജ് പാടുമ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളത് വീണ്ടും നേരത്തെ പറഞ്ഞ ചിന്തയിലേക്ക് ഒരു ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ റേഡിയോയിൽ അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾക്ക് തന്നെ അതിനപ്പുറത്തും ഒരു തലമുണ്ട് എന്നുള്ളൊരു തോന്നൽ ശക്തമായി വരുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ രണ്ട് കാര്യം എൻ്റെ ഈ വ്യത്യസ്ത പാട്ടുകളെ വ്യത്യസ്തമായി കേൾക്കുക എന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടുന്നാണ് ഇങ്ങനെയുള്ള ആലോചനകൾ തുടങ്ങുന്നതും ചില കാര്യങ്ങൾ എഴുതാൻ തോന്നുന്നതൊക്കെ. ഞാൻ എഴുതി തുടങ്ങുന്നത് ബ്ലോഗിലാണ്. 2008 എൻ്റെ ആദ്യത്തെ ബ്ലോഗ് ഞാൻ തുടങ്ങുന്നത്. ആ ബ്ലോഗിൽ ഞാൻ എഴുതിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ലേഖനങ്ങളൊക്കെ വളരെ നന്നായിട്ട് വായിക്കപ്പെടുകയും അതിന് നല്ല നല്ല കമൻറ്റുകളൊക്കെ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഈ എഴുതിയ സാധനങ്ങൾ തന്നെ പല വാരികകൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും അവരത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എഴുത്ത് ജീവിതം തുടങ്ങുന്നതും ആ എഴുത്തിൽ തന്നെ പാട്ടുകളെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലേക്ക് എത്തുന്നതും അങ്ങനെയാണ്. ഷഹബാസിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു സംശയമാണ്. ഒരു വേറിട്ട രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. എന്നിട്ടും എന്തേ നമ്മൾ അദ്ദേഹത്തെ അത്ര കണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത്ര കണ്ടൊരു സ്ഥാനം കൊടുത്തില്ല? ഒരു അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടില്ലേ? ആ ഒരു സംശയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിന് പറയാനുള്ളത്? അതിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു എൻ്റെ പുസ്തകത്തിലെ ഒരു ലേഖനത്തിലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിനിമ ആവശ്യപ്പെടുന്ന ഒരു ആലാപന രീതിയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമയിലെ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത് വളരെ സ്വകാര്യമായ നിമിഷങ്ങളിലാണ്. അതിൻ്റെ ഒരു ആസ്വാദനവും ഒരു സ്വകാര്യമായ അനുഭവമായിട്ടാണ് അതിൻ്റെ ആസ്വാദനവും സംഭവിക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള സുഗമമായ ഒഴുക്കുള്ള ശബ്ദം, അതാണ് സിനിമയിൽ പലപ്പോഴും അഭികാമ്യമായിട്ട് വരുന്നത്. KP ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ, കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരൊക്കെ സിനിമയ്ക്ക് വേണ്ടാതായതും ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി ഞാനൊരു ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഷഹബാസിൻ്റെ ശബ്ദത്തിനുള്ളത്. ഷഹബാസിൻ്റെ ശബ്ദത്തിന് അതൊരു സുഗമമായി ഒഴുകി ഇറങ്ങുന്ന ശബ്ദമല്ല. അതിന് ഞാൻ ഷഹബാസിനെ കുറിച്ചുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, അതിന് മൂർച്ചയുള്ള അരികുകളുണ്ട് ആ ശബ്ദത്തിന്. അപ്പോൾ ആ രീതിയിലുള്ള ശബ്ദം നമ്മുടെ സിനിമ പാട്ടുകളുടെ കേൾവിക്ക് അനുയോജ്യമല്ല എന്നുള്ള ഒരു മുൻവിധിയുടെ ഭാഗമായിട്ടാണ് ഷഹബാസിന് സിനിമയിൽ ധാരാളം ചാൻസ് കിട്ടാതെ പോയത്. അതിൻ്റെ കൂടെ തന്നെ ഇവരൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ, ബ്രഹ്മാനന്ദനടക്കം. ബ്രഹ്മാനന്ദനൊക്കെ നല്ല ഗായകനായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ശബ്ദം നേരത്തെ പറഞ്ഞ ആ ഒരു മൗൾഡിൽ ഒതുങ്ങുന്ന ശബ്ദമായിരുന്നില്ല. അതിൽ കൃത്യമായിട്ട് ഒതുങ്ങി എന്നുള്ളതാണ് യേശുദാസിനൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ആ മൂർച്ചയുള്ള അരികുകളുള്ള ശബ്ദം എന്ന് പറഞ്ഞല്ലോ, ഒരേ മോൾഡിൽ എല്ലാ ഭാഗവും ഒരുപോലെയാകുമ്പം ആ ശബ്ദത്തിനാണോ പ്രത്യേകത കൂടുതൽ? യേശുദാസിൻ്റെ ശബ്ദം അങ്ങനെയാണെന്ന്, ഒരു പളുങ്കുകോഴി പോലെയാണ് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാ? കുറച്ച് പാട്ടുകളെ ഞാൻ ഉദാഹരിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ ഭാർഗവി നിലയത്തിലെ ഏകാന്തതയുടെ അപാരതീരം എന്ന പാട്ട്, അതുപോലെ ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയമേ എന്ന പാട്ട്, അങ്ങനത്തെ കുറേ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ, നീലക്കുയിലിലെ എങ്ങനെ നീ മറക്കുമെന്നുള്ള പാട്ട്, ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരു ശബ്ദത്തിൽ കേൾക്കണമെന്ന് തോന്നാറുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. വളരെ കൃത്യമായിട്ട് ആ പാട്ടുകൾക്ക് ആവശ്യമുള്ള ഭാവം എന്താണോ, അതിൻ്റെ ലയം എന്താണോ എന്നൊക്കെ ആ കൃത്യമായിട്ട് ആ പാട്ടുകളിലുണ്ട്. അതുകൊണ്ടാണ് അത് വേറൊരു ശബ്ദത്തിൽ കേൾക്കണം എന്ന് നമുക്ക് തോന്നാത്തത്. കമുകറയുടെയോ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെയോ ഒന്നും ശബ്ദം അത്ര നേരത്തെ പറഞ്ഞ ഈ പളുങ്കുകോലി പോലെയുള്ള ശബ്ദമല്ല. പക്ഷേ എന്നിട്ടും ആ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത് ആ പാട്ടുകൾ ആവശ്യപ്പെടുന്നത് എന്തോ അത് കൃത്യമായിട്ട് ആ ശബ്ദത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നേരെ മറിച്ച് എൻ്റെ നോട്ടത്തിൽ യേശുദാസ് പാടിയിട്ടുള്ള ചില പാട്ടുകൾ, യേശുദാസിൻ്റെ മനോഹരമായ ശബ്ദമാണ്. ഏത് സ്ഥായിലും, മന്ത്രസ്ഥായിലും ഉച്ചസ്ഥായിലും മാധുര്യം ചോർന്നു പോകാത്ത ശബ്ദമാണ് യേശുദാസിൻ്റെ ശബ്ദം.
പക്ഷെ എന്നിട്ട് പോലും ചില പാട്ടുകൾ നമുക്ക് യേശുദാസിൻ്റെ ശബ്ദത്തിൽ നിന്ന് മാറി വേറൊരു ശബ്ദത്തിൽ കേട്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉമ്മാച്ചുവിലെ ഒരു പാട്ട് ഉദാഹരിക്കാൻ ഞാനൊരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആറ്റിനക്കരെ അക്കരെ ആരാണോ ഓ പൂത്തു നിക്കണ പൂമരമോ എന്നെ കാത്തു നിക്കണ പൈങ്കിളിയോ ആറ്റിനക്കരെ അക്കരെ നിക്കണതാരാണോ ആരാണോ. ഈ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി റോ ആയിട്ടുള്ളൊരു ശബ്ദത്തിലായിരുന്നു ആ പാട്ട് കേട്ടിരുന്നതെങ്കിൽ കുറച്ചും കൂടി ആ പാട്ട് എന്താ പറയുക ഉചിതമാകുമായിരുന്നു എന്നുള്ളത്, ആ കഥാപാത്രത്തിന് ഉചിതമാകുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത. പിൽക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ 70കൾക്ക് ശേഷം 80കളോടെയാണ് അത് രൂഢമൂലമായത്. ഏത് പാട്ടും യേശുദാസ് തന്നെ പാടണം എന്നുള്ളൊരു ഷാഠ്യം, അതിനെക്കുറിച്ച് ഞാൻ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിക്ക് വന്നു, ഏത് പാട്ടും യേശുദാസ് തന്നെ പാടണം. അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാക്കിയത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളെയാണ്. ഇൻഡസ്ട്രിയുടെ ആ ഷാഠ്യം കാരണം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ശബ്ദങ്ങൾക്ക് സിനിമാ പാട്ടുകളിൽ അവസരം കിട്ടാതെ പോയി. അതിൽ ബ്രഹ്മാനന്ദനടക്കം ഉണ്ട്. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ചുരുക്കം പറഞ്ഞാൽ വേറിട്ട ശബ്ദങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ശരിക്കും അല്ലേ? നമ്മുടെ ഇൻഡസ്ട്രിക്ക് പറ്റിയൊരു ഒരു അപജയം എന്ന് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് നമ്മൾ ഹിന്ദി ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഹിന്ദി എടുക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ റാഫി തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മുകേഷിൻ്റെ ശബ്ദം നമ്മൾ കേട്ടത്. മുകേഷിൻ്റെ ശബ്ദത്തിൽ ധാരാളം നല്ല പാട്ടുകൾ നമ്മൾ കേട്ടത്. തലത്ത് മെഹമ്മൂദിൻ്റെ ശബ്ദത്തിൽ ധാരാളം നല്ല പാട്ടുകൾ നമ്മൾ കേട്ടത്. ഇതൊക്കെ റാഫി ഒരു വളരെ ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ്. അതേ സമയത്ത് തന്നെയാണ് കിഷോർ കുമാർ വേറൊരു രീതിയിലുള്ള പാട്ടുകളുമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈവിധ്യം പിന്നെ ഹിന്ദി സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വൈവിധ്യം മലയാളത്തിൽ പിൽക്കാലത്ത് ആദ്യകാലത്തുണ്ടായിരുന്നു. 60കളിലും 70കളുടെ അവസാനം വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം അങ്ങനെയുള്ള വൈവിധ്യം ഇല്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം, എൻ്റെ നോട്ടത്തിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം. അതാണ് ഈ വൈവിധ്യം ഇല്ലാതായതിനെതിരെയല്ലേ ജോൺസൺ മാഷ് പലപ്പോഴും പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്? തീർച്ചയായിട്ടും ജോൺസൺ മാഷ് അത് ഓഫ് കോഴ്സ് അത് ജോൺസൺ മാഷ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ 70കളിൽ തുടങ്ങി 80കളോട് കൂടിയിട്ട് പിന്നെ ഇവിടെ അടിയുറച്ചു പോയ ഈ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയുടെ ഈ ഒരു ഷാഠ്യത്തെക്കുറിച്ച് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് ജോൺസൺ മാഷാണ്. ഒരിക്കൽ ഡൽഹിയിലിരുന്ന് വളരെ യാദൃശ്യമായിട്ട് കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദീർഘനേരം സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. അന്ന് മാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 70കളോട് തുടങ്ങി 80കളോട് കൂടിയിട്ട് ഇവിടെ അടിയുറച്ചു പോയ ഈ ഒരു ഷാഠ്യം. ആ ഷാഠ്യം കൊണ്ടാണ് മറ്റു പല അദ്ദേഹം ഒരു ഗായകൻ്റെ പേരെടുത്ത് പറയുകയും ചെയ്തു. ടി.കെ. ചന്ദ്രശേഖരൻ, നമ്മുടെ നാട്ടുകാരനാണ്, കോട്ടക്കൽക്കാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിന്നെ പേരെടുത്ത് പറഞ്ഞിട്ട് ജോൺസൺ മാഷ് പറഞ്ഞു ടി.കെ. ചന്ദ്രശേഖരൻ അടക്കമുള്ള ഗായകർക്ക് അവസരം കിട്ടാതെ പോയത് ഇൻഡസ്ട്രിയുടെ ഒരു ഷാഠ്യം കാരണമാണ് എന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ശബ്ദങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ മലയാളിയുടെ പ്രിയപ്പെട്ട ഗായകൻ ബാബുരാജിൻ്റെ ശബ്ദത്തെ താങ്കൾ വിശേഷിപ്പിച്ചത് പച്ചമുളയുടെ മാറ് നെറുകെ പിളരുമ്പോൾ ഉള്ള നിലവിളി എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മാറ് തന്നെയാണ് പിളർന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം? എന്താ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു പ്രയോഗം എന്തുകൊണ്ട് വന്നു? അത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ബാബുരാജ് പാടുന്നു എന്നുള്ള ആൽബം കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുവരെ നമ്മൾ കേട്ടിരുന്ന പാട്ടുകൾ ബാബുരാജ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നമുക്ക് തന്നപ്പോൾ ആ പാട്ടുകൾക്ക് ഉണ്ടായിട്ടുള്ളൊരു ഫീലുണ്ട്. ആ ഫീല് അതിൽ പല പാട്ടുകളും, പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണീരും സ്വപ്നങ്ങളും എന്നുള്ളൊരു പാട്ട്, ആ പാട്ട് ബാബുരാജ് പാടുമ്പോഴുള്ള ആ പാട്ടിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു തരം വിലാപമാണ്. ആ വിലാപം ഒരിക്കലും യേശുദാസിൻ്റെ സ്നിഗ്ധമധുരമായ ശബ്ദത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ പാട്ട് ബാബുരാജ് പാടുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാബുരാജിൻ്റെ തന്നെ അനുഭവം പാടുന്ന മാതിരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കാരണം ബാബുരാജിൻ്റെ ജീവിതത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, അദ്ദേഹം തുടങ്ങുന്നത് തെരുവിൽ പാട്ട് പാടിക്കൊണ്ടാണ്. തെരുവിൽ പാട്ട് പാടിയിരുന്ന സഗീർ ബാബു എന്ന ഒരു കുട്ടിയെ സംഗീതസ്നേഹിയായ പോലീസുകാരൻ കുഞ്ഞഹമ്മദ് കണ്ടെടുക്കുന്നിടത്താണ് നമ്മളറിയുന്ന ബാബുരാജിൻ്റെ തുടക്കം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാബുരാജിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതായത് ആ ചെറുപ്പത്തിലുള്ള അശരണത, ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു തരം നിസ്സഹായതയുണ്ട്. ഇതൊക്കെ ബാബുരാജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നിരിക്കണം. ബാബുരാജ് ഈ പറഞ്ഞ പാട്ടുകളൊക്കെ പാടിയപ്പോൾ ആ ഉള്ളിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള മറക്കാൻ ആഗ്രഹിച്ച അനുഭവങ്ങൾ തന്നെയാണ് ബാബുരാജ് പാട്ടായിട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ONV പറഞ്ഞിട്ടുണ്ട്, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ എന്ന പാട്ടാണ് ബാബുരാജിൻ്റെ ആത്മഗീത് എന്ന് ONV ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. കാരണം ബാബുരാജ് അതായിരുന്നു, പാമരനാം പാട്ടുകാരൻ. അയാൾ പാമരൻ തന്നെയായിരുന്നു. ബാബുരാജിൻ്റെ ദേവരാജ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാബുരാജിൻ്റെ കഴിവുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും കേട്ടിരിക്കുകയാണെങ്കിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത പാട്ടുകളാണ്, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള പാട്ടുകൾ ബാബുരാജ് ചെയ്തിട്ടുണ്ടെന്ന് ദേവരാജ മാഷ് ഒരു പേഴ്സണൽ ടോക്കിൽ ഒരിക്കൽ എന്നോട് പറയുന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ബാബുരാജ് അവസാനം ഒരു അനാഥ ശവമായിട്ട് ചെന്നൈയിലെ ആശുപത്രിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നത് പോലും ദേവരാജ മാഷ് അടക്കമുള്ള ആളുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പാമരൻ തന്നെയായിരുന്നു. ശരിക്കും പാമരനായ പാട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളായിരുന്നു ബാബുരാജ്. ഇത്രയും കാലത്ത് ഇത്രയും നല്ല പാട്ടുകൾ ചെയ്ത് തിളങ്ങി നിന്നിട്ട് പോലും ജീവിതത്തിൽ അദ്ദേഹം ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പാമരനായ പാട്ടുകാരൻ തന്നെയായിരുന്നു ബാബുരാജ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പച്ചമുളയുടെ അത് പച്ചമുള കണ്ടവർക്കറിയാം. പച്ചമുള പൊട്ടി കീറുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ശബ്ദമുണ്ട്. ബാബുരാജിൻ്റെ ശബ്ദം ഉച്ച സ്ഥായിലുള്ള വളരെ നേർത്ത ശബ്ദമാണ് ബാബുരാജിൻ്റെ ശബ്ദം. പക്ഷേ ആ പാട്ടുകളുടെ ഫീലിംഗ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ ബാബുരാജിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കഴിഞ്ഞത് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഏതായാലും പ്രാണസഖി പറഞ്ഞല്ലോ, പ്രാണസഖി ഒന്ന് മൂളാൻ പറ്റുമോ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. മനോഹരം. വേറൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ കലാകാരന്മാരെ, പാട്ടുകാരെ, അല്ലെങ്കിൽ പാട്ടുകാരില്ലാത്ത മറ്റ് സംഗീതജ്ഞരുണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ കഴിവുള്ളവരെ, അർഹതയുള്ളവരെ അംഗീകരിക്കാൻ നമുക്കെന്തെങ്കിലും മടിയുണ്ടോ? ഈ ചില ലേഖനങ്ങൾ വായിച്ചപ്പം അങ്ങനെയാണ് തോന്നിയത്. പ്രത്യേകിച്ചും അവർ അർഹിക്കുന്ന സമയത്ത് അവരെ ആദരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ചും വേണമെങ്കിൽ നടന്മാരെ കുറിച്ച് നമുക്ക് പറയാം. നമ്മൾ നസീറിനെയും സത്യനെയും മധുവിനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. എത്ര പേര് KS സേതുമാധവനെ ആരാധിക്കുന്നുണ്ട്, എത്ര പേര് രാമു കാര്യാട്ടനെ ആരാധിക്കുന്നുണ്ട്? ആരുമില്ല. അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന ഇതിനെ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും അതിന് പ്രാധാന്യം കൊടുക്കുന്നതും. പാട്ടുകളുടെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഈ അടുത്ത കാലം വരെ പാട്ടുകളൊക്കെ നമുക്ക് യേശുദാസിൻ്റെ പാട്ടും ജയചന്ദ്രൻ്റെ പാട്ടും ജാനകിയമ്മയുടെ പാട്ടും P. സുശീലയുടെ പാട്ടുമായിരുന്നു. പിന്നീടാണ് അത് ബാബുരാജ് ചെയ്തതാണെന്നും ദേവരാജ മാഷുടെ പാട്ടാണെന്നും ഒക്കെ നമ്മൾ പിൽക്കാലത്താണ് അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ അധികം ആരാധിക്കുകയും അത് സൃഷ്ടിച്ച ആളുകളെ നമ്മൾ തമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലം വരെ. അത് കൃത്യമായിട്ട് ദേവരാജ മാഷ് പറഞ്ഞിട്ടുണ്ട്. ദേവരാജ മാഷോട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വകാര്യ സംഭാഷണത്തിൽ ദേവരാജ മാഷ് നേരിട്ട് പറഞ്ഞതാണ്. 75 മറ്റോ യേശുദാസിന് പത്മശ്രീ കിട്ടുന്നുണ്ട്, 2002 മറ്റോ, കൃത്യമായിട്ട് വർഷം എനിക്ക് ഓർമ്മയില്ല, പത്മഭൂഷൺ കിട്ടുന്നുണ്ട്. എന്നാൽ ദേവരാജ മാഷെ നമ്മൾ പത്മശ്രീ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള പത്മ അവാർഡുകൾക്കും പരിഗണിച്ചിട്ടില്ല. രാഘവ മാഷക്ക് 2010 അടുത്ത ഏതോ ഒരു വർഷമാണ്, അദ്ദേഹം 90കൾ കടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് നമ്മൾ ആദരിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ
നമ്മുടെ സമൂഹം അങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. അതിനുള്ള എന്താ പറയുക, അതിലുള്ള അമർഷമാണ് അന്ന് ദേവരാജ മാഷ് പറഞ്ഞത്. ദേവരാജ മാഷ് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിനെ പത്മശ്രീക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എന്താ പറയുക, ഒരു ശുപാർശയുമായിട്ട് ആരോ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത്. അത് കൃത്യമായിട്ട് പറയാൻ കാര്യം, യേശുദാസിന് താൻ സൃഷ്ടിച്ച പാട്ടുകൾ പാടിയ യേശുദാസിന് 75 പത്മശ്രീ കൊടുത്തു. എന്നോടിത് ചോദിക്കുന്നത് 2000-ന് ശേഷമാണ്. ആ അമർഷമാണ് ദേവരാജ മാഷും പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമാണ്. നമ്മൾ പാട്ടുകാരെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണ് ഇളയരാജയുടെ പേരും, ശരിക്കും പറഞ്ഞാൽ അത് തുടങ്ങുന്നത് തമിഴിൽ നിന്നാണ്. ഇളയരാജയും AR റഹ്മാനും ഒക്കെ ഇത്രയും പേരെടുക്കുന്നതും അവർക്ക് വലിയ അംഗീകാരം കിട്ടുന്നു, ആളുകൾ അവരെ ആരാധിക്കാൻ തുടങ്ങുന്നതൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമാണ്. പക്ഷെ മലയാളത്തിൽ ഇപ്പോഴും ആ ഒരു ആരാധനാ തലത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അംഗീകരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സംഗീത സംവിധായകരെയും പാട്ട് എഴുതുന്നവരെ തീരെ ശ്രദ്ധിക്കാറില്ല. അതിലൊരു വയലാറും ഒരു പി ഭാസ്കരനും ശ്രീകുമാരനും ഒക്കെ ഒഴിച്ചാൽ ആരെയാണ് നമ്മൾ കൃത്യമായിട്ട് വരികൾ ആരെഴുതിയാണെന്ന് നമ്മൾ ഓർമ്മിച്ച് വെക്കാറുണ്ടോ? ഒരുപക്ഷെ ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ടായിരിക്കും, ഈ അടുത്ത കാലത്ത് റഫീഖ് അഹമ്മദ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. പാട്ടുകൾ വരി എഴുതുന്ന രചയിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. പാട്ട് എന്നത് പറയുന്നത് ഇതൊരു ഇവരുടെ 3 ആളുകളുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സൃഷ്ടിയാണ്. അതിന് ശബ്ദം കൊടുക്കുക എന്ന് മാത്രമാണ് ഒരു ഗായകൻ ചെയ്യുന്നത്. ദേവരാജ മാഷ് കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടിൽ സൃഷ്ടിയിൽ 4-മത്തെയോ 5-മത്തെയോ റോള് മാത്രമാണ് ശബ്ദത്തിനുള്ളത്, ബാക്കിയൊക്കെ അതിന് മുമ്പാണ്. പക്ഷേ നമ്മൾ കേൾക്കുന്നത് ശബ്ദം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ആരാധിക്കുന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുമല്ലോ. അതുപോലെ ജാനകിയമ്മ പാട്ട് നിർത്തുന്നു. ബാലമുരളീകൃഷ്ണ പൊതുപരിപാടികളിൽ ഇനി കച്ചേരി അവതരിപ്പിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായല്ലോ. അതിലൊക്കെ ഓരോ വ്യത്യസ്ത രാഷ്ട്രീയങ്ങളില്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ എഴുത്തിൽ ഞാൻ എടുത്തിട്ടുള്ള ഞാൻ അറിയാതെ എടുത്താണ്, ഞാൻ മനഃപൂർവ്വം എടുത്താണെന്നൊന്നും പറയുന്നില്ല, അറിയാതെ എടുത്തൊരു നിലപാടാണത്. ജാനകിയമ്മയെക്കുറിച്ച് എന്നോട് എഴുതണമെന്ന് ആവശ്യപ്പെട്ടത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവാണ്. അദ്ദേഹം ചന്ദ്രികയുടെ എഡിറ്ററായിരുന്ന സമയത്ത് എന്നോട് പറയുകയാണ്, ജാനകിയമ്മ ഈ ഒരു സമയത്ത് ജാനകിയമ്മ ഈ പാട്ട് നിർത്തുകയാണ് എന്നുള്ള സമയത്ത് ജാനകിയമ്മയെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാമോ എന്നോട് ചോദിക്കുന്നത് ഷിഹാബുദ്ദീനാണ്. അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാനകിയമ്മ ചെയ്തിട്ടുള്ളത് ഒരു വേറിട്ട നടപ്പാണ്. എല്ലാവരും ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഗായകൻ പാട്ട് പാടിക്കൊണ്ട് മരിച്ചു വീഴണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നടൻ ഒരു സ്റ്റേജിൽ എന്താ പറയുക അഭിനയിച്ചു കൊണ്ടിരിക്കുക മരിച്ചു വീഴണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ധാരാളം വന്നിട്ടുണ്ട്. പാട്ടിനാണെങ്കിൽ ശങ്കരാഭരണം, ശങ്കരശാസ്ത്രികൾ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒരു കാൽപ്പനിക അർത്ഥത്തിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അനിവാര്യമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ശരീരത്തിന് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ശബ്ദത്തിൻ്റെ മാധുര്യത്തിന് തീർച്ചയായും വ്യത്യാസം വരും. അതിന് ഇത്തിരി പോലും കാൽപ്പനികതയില്ല. ഒരു കടുത്ത യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് ജാനകിയമ്മ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ജാനകിയമ്മ തൻ്റെ ശബ്ദത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിത്തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ഞാനിനി പാടുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് തന്നെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ എഴുത്തിലെടുക്കുന്ന നിലപാട് പോലെ തന്നെ ഒരു ധീരമായിട്ടുള്ളൊരു, വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയാവുന്നൊരു നിലപാടാണ് ജാനകിയമ്മ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ആർട്ടിക്കിളിന് വിഷയമാക്കിയത്. അതുപോലെ ജാനകിയമ്മയെക്കുറിച്ച് പറയുമ്പം ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ അവർ പാട്ടിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും പുരുഷ ശബ്ദത്തിൽ പാടുക, കുട്ടികളുടെ ശബ്ദത്തിൽ, അല്ലേ, പ്രായമായ ആൾക്കാരുടെ ശബ്ദത്തിൽ എന്നൊക്കെ. അപ്പം സാധാരണ പുരുഷന്മാർ സ്ത്രീ ശബ്ദത്തിൽ പാടാറുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾ പുരുഷ ശബ്ദത്തിൽ പാടുന്നത് അപൂർവമായിട്ട് തന്നെ. അതൊരു പക്ഷേ ആദ്യം ജാനകിയമ്മ തന്നെ ആയിരിക്കും ചെയ്തത്. അപ്പോൾ ഈ പ്രവൃത്തി, ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് വീണ്ടും നമ്മുടെ സമൂഹം നമ്മളെന്തൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മലയാളി സമൂഹം ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ്. അപ്പോൾ ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ തന്നെ പുരുഷൻ സ്ത്രീകളുടെ മേഖലയിലേക്ക് കയറുകയും തിരിച്ച് സംഭവിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്.
അതിനെ പൊളിക്കുകയാണ് ജാനകിയമ്മ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ജാനകിയമ്മ എടുത്തുള്ള ഒരു ധീരമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണത്. അതായത് പുരുഷന് ഒരു സ്ത്രീ ശബ്ദത്തിൽ പാടാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീയായ എനിക്ക് പുരുഷൻ്റെ ശബ്ദത്തിൽ പാടിക്കൂടാന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജാനകിയമ്മ അതിലൂടെ കൊടുത്തിട്ടുള്ളത്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. അതിനെ എന്താ പറയുക, അതിനെ എടുത്തു പറയുന്നതിലൂടെ ഞാനും എടുത്തു രാഷ്ട്രീയ നിലപാടാണ്. അതാണ് ചോദിച്ചത്. അത് മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതെൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചിന്ത ആ ഒരു ലേഖനമായിട്ട് പുറത്തു വരുന്നു എന്നുള്ളൂ. മനഃപൂർവ്വം എങ്ങനെ എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതുന്നല്ലത്. ഇതിലെ മിക്കവാറും കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ, മനഃപൂർവ്വം എഴുതണം എന്ന് വിചാരിച്ചതല്ലല്ലോ, അതോ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഒഴുക്കിലങ്ങ് വന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോഴും എൻ്റേതായിട്ടുള്ളൊരു നിലപാട് ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിലപാട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിനെ സമീപിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അത് എന്താ പറയുക പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലേക്ക് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു നിലപാടുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര പേര് ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് കേൾവിയുടെ ഒറ്റയടി പദങ്ങൾ എന്നുള്ള പുസ്തകത്തിന്റെ പ്രത്യേകത എന്നാണ് ഞാനും മനസ്സിലാക്കിയത്. അത് ശരിയായിരിക്കും. അത് ഞാനത് ആ രീതിയിൽ പറയുന്നില്ല, പക്ഷേ അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം പാട്ടിനെക്കുറിച്ച് എഴുതുന്ന ധാരാളമൊന്നും ഇല്ലെങ്കിലും പലരും എഴുതുന്നുണ്ട്. പക്ഷെ ആരും ഇങ്ങനെയുള്ള വിഷയത്തിലൊന്നും സ്പർശിക്കാറില്ല. അത് വളരെ ശരിയാണ്. വേറിട്ട ഒരു ചിന്ത തന്നെയാണ്. ഞാനതിന് കേൾവിയുടെ എന്താ പറയുക ഒറ്റയടിപ്പാതകൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു ഒറ്റയടിപ്പാതയിലൂടെ സഞ്ചാരം തന്നെയാണ്. കേൾവിയുടെ ഒരു ഒറ്റയടിപ്പാത എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയുള്ള സഞ്ചാരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒറ്റയടിപ്പാതയിലൂടെ നമ്മൾ ഒരുപക്ഷെ ചുറ്റുപാട് ആരുമില്ല, എന്നാലും നമ്മളെത്തി വളരെ വിശാലമായ ലോകത്താണ്. അങ്ങനെ വിശാലമായ ലോകത്തെത്തിയൊരു അനുഭവമാണ് എനിക്കിത് ഉണ്ടായത്. അതുകൂടെ പറഞ്ഞു വയ്ക്കുക. നീ അർജുന മാഷിൻ്റെ പാട്ടിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാനാണ്. പിന്നെ ഒരുപാട് അവാർഡുകൾ നാടകങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 16 മറ്റാണെന്ന് തോന്നുന്നത് അല്ലേ. പക്ഷേ തൻ്റെ സിനിമാ ജീവിതത്തിൽ 50ാമത്തെ വർഷത്തിലാണ് അദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടുന്നതെന്ന് പറയുന്നു. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താ പറയുക? അർജുന മാഷെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് അർജുന മാഷക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയത് 2018 19 മറ്റാണ്. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ എഴുതിയത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അർജുന മാഷ് ധാരാളം നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 70കളിലൊക്കെ മലയാള സിനിമ നിറഞ്ഞു നിന്നിരുന്നത് അർജുന മാഷും ശ്രീകുമാരൻ തമ്പി അർജുന മാഷ് ടീമിൻ്റെ പാട്ടുകൾ വഴിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡിന് ഒരിക്കൽ പോലും പരിഗണിച്ചില്ല. അതിനൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. കാരണം ആ സമയത്ത് ഇറങ്ങിയ ഇവർ ചെയ്ത പാട്ടുകൾ മൊത്തം ഏറെക്കുറെ എന്താ പറയുക പരിപൂർണമായിട്ടും കമേഴ്സ്യൽ സിനിമകളായിരുന്നു. അതൊന്നും അവാർഡിന് പരിഗണിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അതായിരിക്കണം ഒരു കാരണം. എന്നാലും അദ്ദേഹത്തിന് അതിന് അർഹത ഉണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ ലേഖനം ഞാൻ എഴുതിയത്. അർജുന മാഷക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യം. അതിനൊരു കൃത്യമായിട്ട് ഉത്തരം കിട്ടുക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ട്. ഇപ്പം നമ്മൾ സിനിമാ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, നാടക ഗാനത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വേറൊരെണ്ണം ഇതിൽ സൂചിപ്പിക്കുന്നത് ഗാനാപാട്ട്, അതിനെക്കുറിച്ചിട്ടാണ്. അപ്പം ചെന്നൈയിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പം അവിടെ നിന്നാണോ ഈ ഗാനാപാട്ടിനെ കുറിച്ച് അറിയുന്നതും പിന്നെ വിജിയെക്കുറിച്ച് അറിയുന്നതും ഒക്കെ? വിജിയെ നേരിട്ട് പരിചയമുണ്ടോ? എന്തൊക്കെയാണ് ആ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗാനാപാട്ടിലേക്ക് എത്തുന്നത് വിജി വഴിയാണ്. വിജിയെക്കുറിച്ചിട്ട് ഞാൻ ഒരു TV പരിപാടിയിലാണ് വിജിയെക്കുറിച്ചിട്ടുള്ള ഒരു പരിപാടി ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ എനിക്ക് വളരെ കൗതുകം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അതായത് മരണ വീട്ടിൽ പോയിട്ട് പാട്ട് പാടിയിട്ട് അവിടുന്ന് കൊടുക്കുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ആദ്യം എനിക്കൊരു കൗതുകം മാത്രമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിജിയെ തേടി പിടിച്ചിട്ട് വിജിയെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. വിജിയിലുള്ള സംസാരത്തിലൂടെയാണ് എനിക്ക് ഗാനാപാട്ട് എന്നുള്ള ഒരു വ്യത്യസ്തമായൊരു സാധനം ചെന്നൈയിൽ നിലനിൽക്കുന്നു എന്നുള്ള അറിവ് എനിക്കുണ്ടാകുന്ന വിജിയോട് സംസാരിച്ചപ്പോഴാണ്. ഗാനാപാട്ട് നമ്മൾ സംഗീതം എന്ന് പറയുന്ന, വേണമെങ്കിൽ നമുക്കതിന് പ്രിസ്റ്റൈനോ പ്രാക്തനമായ എന്നൊക്കെ പറയാവുന്നൊരു സാധനമായിട്ടാണ് സംഗീതത്തിന് പൊതുവെ പൊതുസമൂഹം കാണുന്നത്. അതിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഗാനാപാട്ട്. ആ ഗാനാപാട്ടിൽ അവർ എഴുതുന്ന എന്താ പറയുക കാര്യങ്ങൾ, അപ്പപ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ മീനിനെ കുറിച്ചിട്ടുള്ള, മീനിൻ്റെ പല തരത്തിലുള്ള മീനുകളെ കുറിച്ചൊരു പാട്ട്, ഒരു ഗാനാപാട്ടുണ്ട്.
ഉലകനാഥൻ്റെയാണ് ആ പാട്ട് നണ്ടോർമ്മ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗാനപ്പാട്ടിൽ അവർ ഉൾക്കൊള്ളിക്കുന്നു. അപ്പോൾ അതൊരു പരിപൂർണമായിട്ടും, പ്രത്യേകിച്ച് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം, ചെന്നൈ കർണാടക സംഗീതത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ് ചെന്നൈ. അവിടെ ഇതിന് പാരലായിട്ട് വേറൊരു ഗാനശാഖ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അതൊരു വലിയ സംഭവമായിട്ടാണ്. അങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. അതിനെക്കുറിച്ച് പിന്നെ പഠിച്ചിട്ടുള്ള ആളുകളെ പോയി കണ്ടു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തമിഴ് അധ്യാപകരായിട്ടുള്ള കുറേ പേര് പോയി കണ്ടൊക്കെയാണ് ഈ ഗാനപ്പാട്ടിനെ കുറിച്ച് ഞാൻ ആർട്ടിക്കിൾ എഴുതുന്നത്. കുറേ സമയമെടുത്ത് കുറേ ആളുകളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിജിയെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. കാരണം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് വിജിയെ പിന്നെയും കാണണം തോന്നുന്നു. കാരണം അങ്ങനത്തെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ രൂപവും അങ്ങനെ തന്നെയാണ്. പിന്നെ അദ്ദേഹം പാടുന്ന പാട്ടുകൾ അങ്ങനെയാണ്, പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് പലതവണ ഞാൻ വിജിയെ പോയി കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു വിജി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഏറ്റെടുത്ത് അല്ലെങ്കിൽ എടുത്ത് വളർത്തിയ ഒരു കുട്ടിയാണ് വിജി. പോളിയോ വന്നിട്ട് തളർന്ന കാലുകൾ. വിജി എടുത്ത് വളർത്തിയ കുട്ടിയെ വിജി എന്ന് നാട്ടുകാർ വിളിക്കുകയാണ്. അല്ലാണ്ട് വിജിക്ക് പേരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അവസരത്തിലാണ് അയാൾ വളർന്നു വരുന്നത്. വിജിയെ പലതവണ കണ്ടിട്ടുണ്ട്. എൻ്റെ ആ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചത് ഞാൻ മലയാളത്തിലെ പല പ്രസിദ്ധീകരണക്കാരെയും കണ്ടു. മാതൃഭൂമി പോയി കണ്ടു, ദേശാഭിമാനിയിൽ കണ്ടു. ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് പിന്നെ മലയാളം വാരികയാണ് പ്രസിദ്ധീകരിച്ചത്. മലയാളം വാരിക പ്രസിദ്ധീകരിച്ചതിന് നല്ല പിന്നെ റീഡർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അവർ തന്ന പ്രതിഫലം ഞാൻ വിജിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പിന്നീട് ചെയ്തത്. കാരണം വിജി അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വളരെ ലളിതമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ തവണ ഞാൻ വിജയിനെ കാണുമ്പോഴും എന്തെങ്കിലും പൈസ കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ പ്രതിഫലം അങ്ങനെ തന്നെ ഞാൻ വിജിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു എൻ്റെ ഈ രീതിയിലുള്ള വ്യത്യസ്തമായ അന്വേഷണങ്ങളിലെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഗാനാപ്പാട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അന്വേഷണവും വിജിയായിട്ടുള്ള എൻ്റെ സംസാരവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്ത ചിന്തകളുടെ ഭാഗമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് ഈ ഗാനാപ്പാട്ടിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ ജനപ്രിയത ഗാനാപ്പാട്ടിന് കിട്ടുന്നുണ്ടോ? ഗാനപ്പാട്ട് തീർച്ചയായിട്ടും ജനപ്രിയമാണ്. ഇപ്പോൾ മലയാളത്തിലടക്കം ഗാനപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പാട്ടുകളൊക്കെ, ഗാനപ്പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അടിയാള രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്. അടിയാളുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ എന്താ പറയുക സങ്കല്പങ്ങളോ സങ്കല്പമില്ലായ്മയോ ആ പാട്ടിലൂടെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ മലയാളത്തിലും ആ രീതിയിലുള്ള പാട്ടുകൾ വരുന്നുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആഫ്രിക്കയിലെ മറ്റേ റോക്ക് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തണം. അവർ ഇങ്ങനെ അതാണല്ലോ പാട്ടിൻ്റെ ഒപ്പം തന്നെ പാട്ടിൽ തന്നെ അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനത്തെ ഒരു പാട്ട് വന്നു ഈ അടുത്ത കാലത്ത്. ആ രീതിയിലുള്ള പാട്ടുകൾ മലയാളത്തിലും വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇതിൽ ടി.ഡി. രാമകൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പാട്ടുകൾ മാത്രം മാറുന്നില്ല, അങ്ങനെ ഒരു കലാരൂപത്തിന് നിലനിൽക്കാൻ പറ്റില്ല. എല്ലാ കലാരൂപവും മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, സ്വയം നവീകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പാട്ടിന് മാത്രം അതിൽ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം പാട്ടുകളും മാറും, പാട്ടുകൾ മാറണം. അതാണിപ്പോൾ മലയാളത്തിലടക്കം വരുന്നത്. അപ്പോൾ ഗാനപ്പാട്ടിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അതൊരു സമാന്തരമായിട്ടുള്ള രീതി നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്രയും നേരം കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ചും കേൾവിയുടെ ഒറ്റയടി പാതകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം. താങ്കളുടെ മറ്റു 2 പുസ്തകങ്ങളും കൂടി ഉണ്ടെന്നറിയാം. ഒന്ന് സ്പന്ദിക്കുന്ന കരിയിലകളും ഭൂപടത്തിലില്ലാത്ത കവിതകൾ എന്ന കവിതാ സമാഹാരവുമാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല പുസ്തകങ്ങൾ എഴുതട്ടെ. മാത്രമല്ല ഈ പുസ്തകം പാട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കൈപ്പുസ്തകമായിട്ട് നിലകൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്രയും നേരം കൂടെ സംസാരിച്ചതിന്, പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. കേൾവിയുടെ ഒറ്റടിപ്പാതകൾ എന്ന രചനയിലൂടെ ശ്രദ്ധേയനായ വിനോദ് തള്ളശ്ശേരിയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അവതരണം ശീതള കെ.